മഴ നിലത്ത് പെയ്ത അപ്പം തുടങ്ങും വിശപ്പ്. എനിക്ക് മാത്രമല്ല, നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ എന്തായാലും വന്നേക്ക് നല്ല ഉച്ചഭക്ഷണം കഴിക്കാനാണ്. ലൈസൻസ് ചേട്ടൻ്റെ പേരിലാണ്, ചേട്ടനും ചേട്ടൻ്റെ വൈഫാണ് ഓണേഴ്സ്. ബാക്കിയുള്ളതും ഒരു 10ഓളം അമ്മമാർ ചേർന്ന് നടത്തുന്ന ഒരു ഹോട്ടൽ. അത് അമ്മമാരുടെ കൈപ്പുണ്യം ഞാൻ പറയണ്ടല്ലോ. അവർ വെക്കുന്ന ഫുഡിന് പ്രത്യേക ടേസ്റ്റാണ്. അത് നമ്മളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ല. അപ്പോൾ വിട്ടേക്കാ, വാ. ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ ഊണ് റെഡിയാവും. പിന്നെ അങ്ങോട്ട് തിരക്കുക, പിന്നെ ഫുൾ ഹറിബറിയാണ്. പിന്നെ ഏച്ചൂർ അങ്ങോട്ടോട്ടം ഇങ്ങോട്ടോട്ടം, അവരങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു. 1-1:30 ആകുമ്പോഴത്തേക്ക് വൻ തിരക്കാവും. പിന്നെ ഏകദേശം 3-3:30 ആകുമ്പോൾ ഭക്ഷണം തീരും ചെയ്യും. ചിക്കൻ്റെ പാർട്സാണ് 60 രൂപയാണ് ഒരു പ്ലേറ്റ്. ഈ വലിയ പ്ലേറ്റിന് 60 രൂപ. ക്വാണ്ടിറ്റി കാണിക്കണം, ഇത്ര ഉണ്ടാവും ക്വാണ്ടിറ്റി. ഇത്ര കൊടുക്കും 60 രൂപ. കക്ക ഫ്രൈ 60 രൂപയാണ്. അതിൻ്റെ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇത്ര ഉണ്ടാവും. ഇതാണ് ഒരു പോർഷൻ. പിന്നെ ലിവർ ഫ്രൈ 60 രൂപ. ചെമ്മീൻ ഒരു പ്ലേറ്റിന് 100 രൂപ. അത് ഈ പ്ലേറ്റ് തന്നെയാണ്. ഏകദേശം നമ്മൾ ഇത്ര കൊടുക്കും, ഒരു 100 രൂപ. മീനിൻ്റെ പീസ് ഇതാണ് 60 രൂപ. പിന്നെ ഉള്ളത് ചിക്കൻ്റെ ഒരു പീസ്, ഒരു കഷ്ണം ചിക്കൻ കറി റോസ്റ്റിന് 60 രൂപ. ഇത് മീനിൻ്റെ മുട്ടയാണ് തോരനത് 60 രൂപ ഒരു പ്ലേറ്റ്. ബിരിയാണിക്ക് 2 ചിക്കൻ മസാലയുണ്ട്, ഫിഷും ഉണ്ട്. രണ്ടിനും 100 രൂപ തന്നെ. ചോറിനൊപ്പം തന്നെ മെയിൻ ഹൈലൈറ്റ് നല്ല ഫിഷാട്ടോ. ഫിഷ് ചെമ്മീനുണ്ട്, അതുപോലെ തന്നെ കഷ്ണമീൻ പലതുണ്ട്, മത്തിയുണ്ട്. പിന്നെ വേറെ ഹൈലൈറ്റ് നോക്കുക, ഇത്രയും വലിയ ഒരു സിലോപ്പി ഇതാ, ആകെ 100 രൂപയുള്ളൂ ഫിഷ്. അതെല്ലാം ലൈവിൽ മസാല തേച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്യും. തേച്ച് വരെ എപ്പോഴാ സ്പീഡിൽ ഉണ്ടാക്കി തരും. ഈ മീനിന് മാത്രം 100 രൂപയുള്ളൂ. അത് അത്രയും വലിപ്പമുള്ളതുകൊണ്ട്. ബാക്കിയെല്ലാം 60-70 മാക്സിമം അത്രയേ ഉള്ളൂ. പിന്നെ അല്ലാതെ തന്നെ അയിലുണ്ട്, മത്തിയുണ്ട്. നമ്മൾ തുടങ്ങിയിട്ട് എത്ര വർഷമായി? 16 വർഷം. 16 വർഷം. 16 വർഷം ഇവിടെ തന്നെയായിരുന്നു തുടക്കം മുതലേ? അപ്പോൾ ഊണ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് അടയ്ക്കും. എപ്പോൾ സ്റ്റാർട്ട് ആവും? 12 മണി തൊട്ട് 3:30 മണി വരെ. 3:30. ഈ തുടക്കം അങ്ങനെ ഈ അമ്മമാരായിരുന്നു എല്ലാവരും ഇവിടുത്തെ പഴയ ആൾക്കാർ തന്നെ. എല്ലാവരും എങ്ങനെ ഈ ഹോട്ടൽ ഫീൽഡിൽ എത്തിപ്പെട്ട എങ്ങനെയാണ്? പുള്ളി ഹോട്ടലിൻ്റെ അറിയാം. ഭർത്താവ്. അപ്പൊ അങ്ങനെ തുടങ്ങിയതാണ്. അപ്പം ഈ തുടക്കം ഇവിടെ തന്നെയായിരുന്നു. അന്നും ഇത്ര മീനായിട്ടൊക്കെ ഉണ്ടായിരുന്നു? ഇത്ര ഉണ്ടായില്ല, കുറവായിരുന്നു. പിന്നെ കൂടി വന്നു. മൊത്തം ഐറ്റം ഓർഡർ ചെയ്താൽ ഈ ടേബിൾ മതിയാവില്ല. 2 ടേബിൾ വേറെ വാങ്ങേണ്ടി വരും. അതാണ് സത്യാവസ്ഥ. അപ്പോൾ നമ്മൾ കുറച്ച് ഐറ്റങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി ചിക്കൻ്റെ ഐറ്റം പിന്നെ ബിരിയാണി ഐറ്റം വേറെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചോറ് കഴിക്കാൻ വെച്ചു. ഒഴിച്ചേറിയായിട്ട് രസമുണ്ട്, മോരുണ്ട്, സാമ്പാറുണ്ട്, മീൻകറിയുണ്ട്. എല്ലാം അമ്മമാരാണ് കുക്കിംഗ് മൊത്തം. അതുകൊണ്ട് തന്നെ പ്രത്യേകം ടേസ്റ്റ് എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത്രയും വലിയൊരു മീൻ ആകെ 100 രൂപയുള്ളൂ. അതാണ് ഹൈലൈറ്റ്. അപ്പം എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ പനമ്പള്ളി നഗറിൽ DDRs ഉണ്ട്. DDRs തൊട്ടടുത്ത് കാണാം. വനിത ഹോം ഡി മീൽസ്. ഒട്ടുമിക്ക എല്ലാ മീനും കിട്ടും. അതോടൊപ്പം തന്നെ ബിരിയാണി ഉണ്ട്. ബിരിയാണിക്ക് 100 രൂപയുള്ളൂ. മീൻ ബിരിയാണിക്ക് 100, ചിക്കൻ ബിരിയാണിക്ക് 100.
അത്രയേ ഉള്ളൂ. അപ്പോൾ മെല്ലെ ഞാൻ കഴിച്ചിട്ട് മെല്ലെ അങ്ങോട്ട് വിട്ടേക്കും. പോട്ടെ. അപ്പോൾ കൊച്ചി ഭാഗത്ത് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ വന്നാൽ നല്ല കുറേ വെറൈറ്റി മീൻ ഐറ്റം കൂട്ടി കുറഞ്ഞ പൈസയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോവാം. പോട്ടെ സുലാൻ.